സേവാദൾ രൂപീകരിച്ചതിന്റെ 100ാം വാർഷിക ജില്ലാതല പരിപാടി ഉള്ളിയേരിയിൽ സംഘടിപ്പിച്ചു. സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി ഉദ്ഘാടനം ചെയ്തു. സേവാദൾ രൂപീകരിച്ചതിന്റെ 100ാം വാർഷിക ജില്ലാതല പരിപാടി ഉള്ളിയേരിയിൽ സംഘടിപ്പിച്ചു. സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി ഉദ്ഘാടനം ചെയ്തു. കൊറോണ കാലഘട്ടത്തിലൊക്കെ സാധാരണക്കാരായ പാവങ്ങൾക്ക് അത്താണിയായി മാറിയിരിക്കുന്നു. സംസ്ഥാനമൊട്ടുക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും സേവാദളിന്റെ പ്രവർത്തനം വളരെ സജീവമാണ്. ആ സേവാദളിന്റെ 100ാമത് ജന്മവാർഷികമാണ് ഇന്ന്. അത് പറയാനാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ പോഷക സംഘടന, ആ പ്രഥമ പോഷക സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി 100ാമത് ജന്മവാർഷിക ദിനത്തിൽ ഉള്ളിയേരി ടൗണിൽ വെച്ച് ഇവിടെ രൂപീകരിക്കുന്ന ഒരു ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. എന്തു തന്നെയായാലും ഇതോടനുബന്ധിച്ച് 100ാമത് ജന്മവാർഷിക ദിനമായി ഇന്ന് 100 ദീപങ്ങൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉള്ളിയേരി പാലത്തിന് സമീപം 100 ദീപങ്ങൾ കത്തിച്ചുകൊണ്ട് സേവാദളിന്റെ ഈ ജില്ലാതല ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. എന്തായാലും ഇവിടെ വന്ന് നിങ്ങളെ കാണാനും നിങ്ങളെ അഭിസംബോധന സംസാരിക്കാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടായി ഒരു മഹാഭാഗ്യമായി കാണുന്നു. തീർച്ചയായും എല്ലാവർക്കും സേവാദളിന്റെ സംസ്ഥാന സേവാദളിന്റെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സേവ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെട്ട ഉള്ളിയേരി പാലത്തിൽ 100 ദീപങ്ങൾ തെളിയിച്ചായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. സേവാദൾ ജില്ലാ ചാരിറ്റി സേവന ജീവകാരുണ്യ പ്രവർത്തനത്തിനും ചടങ്ങിൽ വെച്ച് തുടക്കമായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് കൊയിലാണ്ടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗായകൻ ശാന്തൻ മുണ്ടോത്ത്, നിർമ്മൽ കൃഷ്ണ എന്നിവർക്ക് ഉപഹാരങ്ങൾ കൈമാറി. എടാടത്ത് രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് പുഷ്പാഗതൻ, TV ഉദയകുമാർ, പ്രകാശൻ കണ്ണൂർ, ശ്രീധരൻ പാലയാട്ട്, T ഹരിദാസൻ, UDF കൺവീനർ കൃഷ്ണൻ കൂവിൽ, ഇബ്രാഹിം പീറ്റക്കണ്ടി, കണാരൻ തിക്കോഴി, ഹരീഷ് ചെറുക്കാവിൽ, ശ്യാം ചലാന, സായുജ്, ബാബു മഞ്ഞക്കൈ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ശർമ്മസുധ, വിജയലക്ഷ്മി, നുസ്രത്ത്, ശാന്തി വർഗീസ്, രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ACV ന്യൂസ് കോഴിക്കോട്.